ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ വീഡിയോയിൽ ഞാൻ പ്രകൃതി ഭംഗിയൊക്കെയാണ് കാണിക്കുന്നത്. എനിക്ക് ടെൻഷൻ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ റോഡരികിൽ വന്നിട്ട് ഞാൻ താമസിക്കുന്ന ഏരിയ തന്നെയാണ് കേട്ടോ. കുറച്ച് നടന്നു വന്നാൽ കുറച്ചും കൂടി ഉയർന്ന സ്ഥലത്താണ്. കുറച്ച് നേരം മനസ്സിലാക്കി റിലാക്സ് ആക്കി. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയില്ലേ ഈ മലകളും കുന്നുകളും കാടുകളും താഴ്വരയൊക്കെ. അപ്പോൾ അതേ ഹൈറ്റിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. എന്തല്ലേ പ്രകൃതിയുടെ ഒരു പടച്ചവൻ്റെ ഒരു സൃഷ്ടി. ആകാശവും ഭൂമിയും കുന്നുകളും താഴ്വരകളും കടലും പുഴയും എല്ലാം ചേർന്നിട്ടുള്ള സുന്ദരമായ ഈ ഭൂമി. അപ്പോൾ അതുപോലെ തന്നെ അതിലെ ജീവജാലങ്ങളും അതിലൊന്നിൽ നമ്മൾ മനുഷ്യരും പെടും. അപ്പോൾ നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ കൂട്ടത്തിലുള്ള ഒരു റീനു
അവരുടെ ഹസ്ബൻഡ് അനീഷേട്ടൻ പഠിച്ചവൻ്റെ വിളിക്കുത്തരം നൽകി പോയിട്ടോ കഴിഞ്ഞ 8-ാം തീയതി. അപ്പോൾ എനിക്കെന്തോ വല്ലാണ്ട് ഫീലായി. എൻ്റെ ഒരു സഹോദരിയെ പോലെ എൻ്റെ ആരൊക്കെയോ ആണെന്ന് എനിക്ക് തോന്നി. അവരുടെ പ്രാണനങ്ങ് പറിച്ചെടുത്തപ്പോൾ സമാധാനമായല്ലോ. അപ്പോൾ ജീവിതത്തിൽ ഓരോന്നും നമുക്ക് പ്രതീക്ഷിക്കാതെയൊക്കെയാണ് ഓരോന്നും വന്നണയുന്നതും നേരിടുന്നതും. എനിക്ക് നല്ല ഫീലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കെന്തോ ഭയങ്കര വിഷമം. കാരണം പറയുന്നുണ്ട് ലൈവിലൊക്കെ പോകുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, കൂട്ടാണ് കേട്ടോ. ആളെ വീട്ടിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. പക്ഷേ എനിക്കറിയില്ല എന്താണ്, എനിക്കെന്തോ അങ്ങനെ ഫീൽ ചെയ്യുന്നത്, മറ്റാർക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്തോന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് നന്നായിട്ട് വേർപാടിൻ്റെ വേദന ഫീൽ ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമം, അതും പിന്നെ എൻ്റെ ലൈഫിലെ വിഷമങ്ങളും. അപ്പോൾ ഒന്ന് റിലാക്സ് ആവണമെന്ന് തോന്നി, ഒന്ന് ഒറ്റയ്ക്ക് വന്ന് നിൽക്കണമെന്ന് തോന്നി. അങ്ങനെ എനിക്ക് വിഷമം വരുമ്പോൾ അതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് നിന്നങ്ങനെ നോക്കും, അങ്ങ് ആകാശം മുട്ടുന്ന അറ്റത്തോട്ട്. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ഒരുപാട് വർഷം കഴിഞ്ഞു, ഞാൻ എന്തൊക്കെ സഹിച്ചു, എന്തെല്ലാം നേരിട്ടു. ഇവിടെ എത്തി നിൽക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം ഞാനിവിടെ എന്ന സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നു ഒറ്റയ്ക്ക്. അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. എനിക്കറിയില്ല എനിക്ക് മാത്രമാണോ വിഷമം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചിന്ത വരുന്നത്. ഞാനേയും വഴക്കറിയാനും കുതിരാറാനൊന്നും പോയില്ല കേട്ടോ. എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അതുപോലെ തനിച്ചൊറ്റയ്ക്ക് വന്നെന്ന് ഞാൻ മനസ്സിൽ റിലാക്സ് ആക്കും. ഇനി എന്ത് എങ്ങനെ മുമ്പോട്ട് എന്നൊക്കെയുള്ള ചിന്തയിൽ. അപ്പോൾ ഞാൻ റോഡിൻ്റെ സൈഡിൽ വന്ന് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് 2 സൈഡും. ഞാൻ താമസിക്കുന്ന നല്ലൊരു ഉയരത്താണ്. അപ്പം ഇങ്ങോട്ട് ഇങ്ങനെ റോഡ് സൈഡിലോട്ട് നടന്നു വന്നാൽ അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ തന്നെ നമുക്കെന്തോ മനസ്സിന് ഒരു വെളിച്ചം കിട്ടും, ഒരു തെളിച്ചവും കിട്ടും. പടച്ചവൻ്റെ ഓരോ അത്ഭുതങ്ങളും സൃഷ്ടിയും അതുപോലെ മനുഷ്യരും നമ്മുടെ ജീവിതത്തിൽ തരുന്ന പരീക്ഷണങ്ങളും ഒക്കെ നമ്മൾ നേരിട്ടല്ലേ പറ്റുള്ളൂ. ഈ പ്രകൃതിയുടെ ഈ അത്ഭുതങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പടച്ചവൻ്റെ ഓരോ സൃഷ്ടാവുകളാണ് നമ്മളെന്ന്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ പരീക്ഷണങ്ങളൊക്കെ തരുമല്ലേ. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ. ബായ്.